നോ പ്രോബ്ലം. അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് വിളിക്കുന്ന ആൾക്ക് കുറച്ച് റെസ്പെക്ട് കൊടുക്കാറുണ്ട്. അല്ല, ഞാൻ ലൈവിലായിരുന്നു ഇൻസ്റ്റയിൽ. എനിക്കടുത്ത് ബാഡ് കമന്റ് സഹിച്ചാണ് ഞാൻ കട്ടാക്കി ഓടിയത്. അതായത് ഒരു തെണ്ടി മക്കളെ പറഞ്ഞില്ലേ, അതപ്പോ ഞാൻ കട്ടാക്കിയ. അത് ഉറപ്പില്ലട്ടെ. എൻ്റെ കാര്യങ്ങളൊക്കെ എപ്പോഴാണ്, ചിലപ്പോൾ അടുത്ത ആഴ്ച വരും, ചിലപ്പോൾ അടുത്ത മാസത്തേക്ക്, അങ്ങനെയൊക്കെ എൻ്റെ പോക്ക്. എനിക്ക് ഇവിടെ മസാജ് സെന്റർ ആയിട്ട് ഞാനിവിടെ ചെറിയൊരു ബിസിനസ് എടുത്ത മസാജ് സെന്റർ ആയിട്ട് പാർട്ട്ണർഷിപ്പ്. അതിനെന്താ, ദുബായിക്കൊക്കെ കയറി വരാലോ. അധികം വലിയ കാശൊന്നും ഇല്ല. ദുബായി വന്ന് കറങ്ങിയിട്ടൊക്കെ പോ. നാട്ടിൽ അങ്ങനെ തന്നെ കാണാൻ പറ്റില്ല കേട്ടോ. ഞാൻ നാട്ടിൽ അങ്ങനെ 10 ദിവസത്തെ ലീവിന് 5 ദിവസത്തെ ലീവിനൊക്കെ അല്ലേ, അതിൽ കൂടുതൽ നിൽക്കില്ല. നമുക്കിവിടെ ബിസിനസ് ഇതൊക്കെ ഉള്ളതല്ലേ. അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനത്തെ പരിപാടിക്കില്ല. നമുക്ക് നോക്കാം. ഞാൻ നാട്ടിൽ വരുമ്പോൾ അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ പോടോ, ഒന്ന് കറങ്ങാൻ വരാൻ പറ. വരും. കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് കുറച്ച് റെസ്പെക്ട് വേണം. കാരണം അവർ 100 ദിർഹംസ് 100 രൂപയൊക്കെ റീചാർജ് ചെയ്തിട്ട് നമ്മളെ വിളിക്കുന്നത്. ഒരു 10 മിനിറ്റ് സംസാരിക്കണം, 100 രൂപ തീരും. അപ്പൊ നമ്മളെല്ലാം മെറീസാനോട് മെറീസ് എപ്പോഴും പറയും, നാട്ടിൽ നിന്ന് കോളുകൾ വേണം എടുത്ത് സംസാരിക്കുക. കാരണം അവർ അത്ര പൈസ, നമുക്കറിയാം നാട്ടിൽ നിന്ന് എന്തോ കോളുണ്ട്. അത് 100 രൂപയൊക്കെ 200 രൂപയ്ക്കൊക്കെ 500 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ട് എൻ്റെ നാട്ടിൽ നിന്ന് വിളിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർ നമ്മുടെ ഫാൻസ്. അപ്പം നമ്മൾ അവരെ വിഷമിപ്പിക്കാൻ പാടില്ല, സംസാരിക്കാം. അവരുടെ അടുത്ത് കിടന്നില്ലെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ പോയി കണ്ടില്ലെങ്കിലും നമ്മളോട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ അത്രയും നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും, ഗുജറാത്തിൽ നിന്നൊക്കെ കോള് വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ അതിൻ്റെ ആളല്ല. ഓക്കെ, ഞാൻ വീഡിയോ കോളിൻ്റെ ആളല്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. വീഡിയോ കോൾ ചെയ്ത് എൻ്റെ സാമാനം എൻ്റെ പൂർവ്വം മൂലം കാണിച്ചു കൊടുത്ത് അങ്ങനത്തെ ഒരു സുഖം എനിക്ക് വേണ്ട. അത് എത്ര ഗതികെട്ട് എത്ര പട്ടിണി കിടന്നാലും ഞാൻ ആ പരിപാടിക്ക് പോകില്ല കേട്ടോ. എനിക്കിഷ്ടമല്ല. ഓക്കെ, അത്ര ഗതികെട്ട് നടക്കുന്ന ആളല്ല കേട്ടോ. ഒക്കെ അത്രയ്ക്കും ദാരിദ്ര്യമൊന്നും എനിക്കില്ല. മനസ്സിലായോ? ഡയറക്റ്റ് പോവും, അതില്ലാന്ന് ഞാൻ പറയണില്ല. ഡയറക്റ്റുള്ള പരിപാടിയുള്ളൂ. അത് നീ വിളിച്ചാൽ ഗോവയ്ക്കോ ബാംഗ്ലൂർക്കോ ഒക്കെ ഞാൻ വരാം. എന്താ പ്രോബ്ലം? ഫോണിൽ കൂടെ ഉള്ള പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഡയറക്റ്റ് നീ വാ, ഞാൻ വരും. അത് നീ ഞാനും മാത്രമേ അറിയൂ. പുറത്ത് മൂന്നാമത് അറിയില്ല. ചിലപ്പോൾ നിന്റെ കൂട്ടുകാരോട് നീ പറയും അത് കല്ല് വലിയ. അത് നോ പ്രോബ്ലം, ഞാൻ വരും. ഞാൻ ഓപ്പറേറ്റ് പറഞ്ഞേ, ഡയറക്റ്റ് വന്ന് വിളിച്ചോ, ഞാൻ റെഡിയാ. എന്തും നടക്കും. നോ പ്രോബ്ലം. ഓക്കെ. ബിജി ഉയിര്, നമുക്ക് പോകാം ബിജി. ഇതല്ല, അയാൾ നല്ല മാനമേടന്ന് സംസാരിച്ചു. അയാൾക്ക് മനസ്സിലായി കിട്ടൂല എന്ന് മനസ്സിലായി. അയാൾ കൊണ്ട് ഫോൺ വെച്ചു. നല്ല മാനി. നിങ്ങൾ സംസാരം കേട്ടല്ലോ. ഡോക്ടർ ബിജി, 69 കളിച്ചാൽ പ്രശ്നമുണ്ടോ? 69 കളിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. 69 കളിക്കാം. എല്ലാ ലേഡീസിനും ആണുങ്ങൾക്കും ഇഷ്ടമാണ് 69. ഓക്കെ, ഈ 69 ചെയ്യാത്ത ലോകത്ത് ഒരു ആണും പെണ്ണും ഉണ്ടാവില്ല. ഓക്കെ, മനസ്സിലായോ? മതിയാ?